കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ സിനിമയല്ല, തല വരെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ബിക്കോസ് അതിൻ്റെ പിറകിൽ വർക്ക് ചെയ്ത സാഫ്രോൺ മാഫിയ. നിങ്ങൾ ഇലുമിനാറ്റി എന്ന് പറഞ്ഞല്ലേ കേട്ടിട്ടു? അവരാണ് ഈ സാഫ്രോൺ മാഫിയ. സാഫ്രോൺ മാഫിയ അവരുടെ കൺട്രോൾ. അവർ ഇവിടുത്തെ ഒരു ഇൻ്റലിജൻസും അവരെ ടച്ച് ചെയ്യില്ല. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നരേന്ദ്രമോദിജിയെയും അമിത്ഷാനെയും ഒക്കെ അപമാനിക്കുന്ന വിധത്തിൽ എമ്പുരാൻ സിനിമ വന്നപ്പോൾ ഞാനാണ് ഫേസ്ബുക്കിൽ ആദ്യത്തെ പോസ്റ്റ് ഇടുന്നത്. ഈ ഭാഗം അത്രയും ഞാൻ കട്ട് ചെയ്തിരിക്കുന്നു. പൃഥ്വിരാജാണോ മോഹൻലാലിനെ ഇതിൽ കൊണ്ട് ചാടിച്ചത്? ഓഫ് കോഴ്സ് പൃഥ്വിരാജിന്റെ ഭാര്യ എന്ന് പറയുന്ന BBC എന്ന് പറയുന്ന ചാനലിന്റെ ആളാണ്. BBC എന്താ ചെയ്യണം? ഇന്ത്യക്ക് അഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലാണ്. ഞാനൊരു എല്ലാത്തിനും ഒരു ടൈം വെച്ചിട്ടുണ്ട്, ഒരു ടൈം ഫ്രെയിം. ആ ടൈം ഫ്രെയിമിൽ അദ്ദേഹം ചതിച്ചു, അദ്ദേഹം വഞ്ചിച്ചു, അദ്ദേഹം എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചു എന്ന് പറയുന്ന നിമിഷം മോഹൻലാൽ തീർന്നിരിക്കും. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാകുമോ? ഉണ്ടാ. അവർ 5 സീറ്റ് പ്രവചിക്കുന്നുണ്ട്. 5 അല്ലല്ലോ, 58 കണ്ടോ പറഞ്ഞല്ലോ. കേരളം ഭരിക്കുമെന്ന് പറയുന്നവരുണ്ട്. പിന്നെ പിണറായി വിജയന്റെ കൃപ കൊണ്ട് 4-5 സീറ്റ് കിട്ടി. ഡീലിൽ വല്ലതും കിട്ടിയാൽ കിട്ടി. സ്വന്തം ആരെ കൊണ്ടുവച്ചിട്ട് കിട്ടുമെന്നാ വിവരണേ? പിണറായി വിജയനുമായിട്ട് ഡീലുണ്ട് എന്ന് സ്വാമിക്ക് ബോധ്യമുണ്ടോ? പിണറായി വിജയൻ സഹായിക്കാതെ BJPക്ക് ഒരു സീറ്റ് ഇവിടെ കിട്ടാൻ പോകുന്നില്ല. കാരണം BJP അങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ലല്ലോ. പിണറായി വിജയൻ തന്നെ ഇപ്പം ഒരു 3 മാസം രോഗമായിട്ടോ എന്തെങ്കിലും മാറി നിന്ന് കഴിഞ്ഞാൽ പിണറായിക്ക് പാർട്ടിയിൽ തിരിച്ചു കയറാൻ പറ്റില്ല. ആ അവസ്ഥയിലാണ് പിണറായി പോകുന്നത്. പിണറായിക്ക് പാർട്ടിക്കകത്ത് തന്നെ ഭയങ്കര ഭീഷണിയാണ്. കാരണം ഒന്നാമത് കുജൻ്റെയും ഗുരുവിൻ്റെയും ശുക്രൻ്റെയും എനർജി പിണറായിക്ക് കറക്റ്റോ ഗുണകരമായിട്ടുള്ള ഇതല്ല ചെയ്തിരിക്കുന്നത്. ഹെൽത്ത് വൈസ് പ്രശ്നമാണ്. പിണറായി വിൽ ബി വൈപ്ഡ് ഔട്ട് ഫ്രം ദ ഹാർട്ട്സ് ഓഫ് പീപ്പിൾ എന്ന് ഒരിക്കലും ഞാൻ യുണീക്ക് ടൈംസിൽ 2015 നവംബർ ഡിസംബറിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്. പിണറായി ജനഹൃദയങ്ങളിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന്. അതുകൊണ്ട് പിണറായി വിജയനെ തന്നെ എടുത്തു നോക്കുക. അദ്ദേഹം ഭയങ്കരമായിട്ട് ആൾക്കാരിൽ നിന്നും വെറുപ്പ് സമ്പാദിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് തന്നെ അത് പ്രശ്നമുണ്ട്. അദ്ദേഹത്തിനും നല്ലപോലെ അറിയുന്നതാണ്. പിന്നെ ഇതൊരു പ്രത്യേകിച്ച് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ LDF പറയുന്നത് 3ാം പിണറായി സർക്കാർ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവും എന്നുള്ളത് പിണറായി സർക്കാർ തന്നെ ഇവരെ മറ്റ് ഈ BJPക്കാരെയും കോൺഗ്രസ്സുകാരെയും വെച്ചിട്ട് ഇവിടെ പലതും കമ്പയർ ചെയ്യുമ്പോൾ പിണറായി തന്നെ വീണ്ടും വരണമെന്നുള്ളത് വേറൊരു വാസ്തവം, പൊളിറ്റിക്കലി ആംഗിളിൽ കാണുകയാണെങ്കിൽ. പക്ഷേ ആർക്കൊക്കെയാണ് എന്തൊക്കെ പ്രയോജനമാണ് ഉള്ളതെന്നുള്ളത് വീണ്ടും പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പം അദ്ദേഹം ഇവിടെ വന്നു, നല്ലതാണ്. കുറേ അദ്ദേഹത്തിൻ്റെ തകർച്ചയ്ക്ക് ഏറ്റവും വലിയ വേറൊരു കാര്യം, അദ്ദേഹം ഇവിടെ ഒരു വർഗീയതയ്ക്കെതിരെ ഒരു ശക്തി സ്രോതസ്സായി നിൽക്കുമെന്നായിരുന്നു മലബാറുകാർ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള കൊടും വർഗീയവാദികളുടെ കൂടെ നിന്നുകൊണ്ടും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പല ഫെനറ്റിക്സിൻ്റെ കൂടെ നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ വളരെയധികം മോശമായ ഒരു പ്രതിച്ഛായയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. ആൾക്കാർക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ പോലും അദ്ദേഹത്തിൽ നിന്ന് മാറി തുടങ്ങി. സംശയമില്ലാത്ത കാര്യമല്ലേ? ഇതൊക്കെ എനർജി ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പഴയ പ്രസംഗങ്ങൾ ഇപ്പോൾ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളൊക്കെ. അപ്പം ഇതൊക്കെ ഇന്ദ്രിയങ്ങൾക്ക് മാറ്റം സംഭവിക്കുമ്പോൾ, സൂക്ഷ്മ ശരീരത്തിന് മാറ്റം സംഭവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രകടമാവും. ഈ നേതാക്കൾക്കൊക്കെ വേണ്ടത് പ്രോപ്പറായിട്ടുള്ളൊരു സ്പിരിച്വൽ ഗുരുവിനെയാണ്. അതും മിസ്റ്റിക് ക്രിയ അറിയുന്നവരെ. ഏതെങ്കിലും ഒരു ഫിലോസഫി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫിലോസഫി ഈസ് നത്തിങ് ബട്ട് എ ഫിലോസഫി. കുറേ ഫിലോസഫേഴ്സും അല്ലെങ്കിൽ ഒരു മഠത്തിലെ ഒരു സ്വാമിയോ ഉസ്താദോ പള്ളിയിലെ അച്ഛനോ അല്ല ഇവർക്ക് വേണ്ടത്. ഇവരുടെ എനർജി എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവരെന്ന് പറയുന്ന എഞ്ചിനിൽ പെട്രോളാണോ ഡീസലാണോ ഏവിയേഷൻ ഫ്യൂവലാണോ ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇത്ര മനോഹരമായ ഒരു ശരീരമാണ് ഇവർക്കൊക്കെ ഈശ്വരൻ കൊടുത്തത്. അതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നുള്ളത് അറിയണ്ടേ? ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ഈ നേതാക്കൾ, കേരളത്തിലെ ആൾക്കാരെ 3.5 കോടി ജനങ്ങൾ നിൽക്കുന്നു. നരേന്ദ്രമോദിയെ ഡിപ്പെൻഡ് ചെയ്ത് 150 കോടിയോളം ജനങ്ങൾ നിൽക്കുന്നു. അപ്പം ഈ ഇത്രയും ജനങ്ങളെ കൈകാര്യം ചെയ്യണമെങ്കിൽ അവർക്കൊരു സാധനാബലം വേണം, അവർക്കൊരു തിരിച്ചറിവ് വേണം. ഇപ്പം നരേന്ദ്രമോദിക്ക് പോലും ഞാനൊരു കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് പറയുന്നത്, സ്നോ സ്കാപ്സ് വിൽ നോട്ട് ബി ദെയർ ഇൻ ദ ഹിമാലയാസ് ഓൾവേസ്. ഹിമാലയത്തിലെ മഞ്ഞുമലകൾ എന്നും ഇരിക്കില്ല. മോദിക്ക് തകർച്ചകൾ വരാൻ തുടങ്ങിയിരിക്കുകയാണ്, മോദിയുടെ ഓറ ഡൗണായി തുടങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ ഇത്രയും ഭീകരമായി മോദി പൊട്ടുമെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷേ മോദിയുടെ കയ്യിൽ നിന്ന് ഭരണം പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് എന്തുമാത്രം ഞാനും എൻ്റെ ഒപ്പമുള്ള കുറേ സന്യാസികളും നമ്മൾ വർക്ക് ചെയ്തെന്നുള്ളത് റെക്കോർഡാണ്. അതിവിടെ വന്നിരുന്ന് പറയുന്നില്ല, റെക്കോർഡാണ്. ഇവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല. കാരണം അവർക്ക് എന്നെക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. ഒരു കാലത്ത് തന്നെ അവർ താറടിച്ച് കീഴാക്കിയിടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് ദേ ഡോണ്ട് വോണ്ട് ടു
ഡിസ്ക്രൈബ് എനിത്തിങ് റിഗാർഡിങ് ദാറ്റ്. അതത് പോട്ടെ, ഐ എം നോട്ട് എൻ്ററിങ് ഇൻ ടു ദാറ്റ് ടോപ്പിക് നൗ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ശക്തനായ രാഷ്ട്രീയ നേതാക്കൾ വേണം, അവർക്ക് ശക്തമായ ആത്മീയ അടിത്തറ വേണം. ഇത് രണ്ടുമില്ലാത്തവന്മാർ ഇവിടെ ഭരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരിക്കലും ഗുണം കിട്ടാൻ പോകുന്നില്ല. വെറുതെ ഹംഗാമ കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ? കുറേ മുസ്ലിങ്ങളെ തെറി വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ? കുറേ ക്രിസ്ത്യാനികളെ തെറി വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ? കുറേ ഹിന്ദുക്കളെ തെറി വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ? ഇവിടെ അതല്ല വേണ്ടത്. മനുഷ്യനും മനുഷ്യത്വത്തിനും ഗുണം ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ധർമ്മമാണ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പോൾ അത് ഒരു വിഷയമായിട്ടുണ്ടോ സർക്കാരുകൾക്ക്? അപ്പോൾ BJPക്ക് അതൊരു ഗുണമായിട്ട് വരുമോ ശബരിമല വിഷയം? BJPക്ക് ഗുണമാവൂല. BJPക്ക് ഇനി അടിയാവുള്ളൂ. കാരണം ഈ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ സപ്പോർട്ട് ചെയ്തത് അത്രയും BJP ആണ്. ഇതിൻ്റെ കറക്റ്റ് കോമഡി എന്ന് പറയുന്നത്, മുമ്പ് RSSലെ ആൾക്കാർ കുറേ പേർ എല്ലാവരും കൂടെ തീരുമാനമെടുത്ത് BJP എടുത്ത തീരുമാനമായിരുന്നു ഈ പറയുന്ന സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നുള്ളത്. എന്നിട്ട് ആ സമയത്ത് ഇത് ജനങ്ങൾ അങ്ങ് വയലൻ്റായി എന്ന് കണ്ടപ്പോൾ ഈ RSSലുള്ളവരങ്ങ് പിന്മാറി. അപ്പോഴെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത്തും പിത്തും ഇല്ലാത്ത, ബുദ്ധിയും ബോധവും ഇല്ലാതെ ഈ CPM നേരെ ചെന്ന് അതിനെ കയറി പിടിച്ചു. ഇപ്പം നമുക്ക് ഷൈൻ ചെയ്യാമെന്ന് പറഞ്ഞ് കയറി പിടിച്ച് ആസനം പൊള്ളി മണ്ട കറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ തെക്ക് വടക്ക് ഇങ്ങനെ നടക്കുന്ന അവസ്ഥയിൽ അത് എത്തിച്ചേർന്നു. ആ ഗ്യാപ്പിൽ ഇത് ഉണ്ടാക്കി വെച്ചവർ തന്നെ എല്ലാവരും കൂടെ ചേർത്ത് തിരിച്ചു. കാരണം നമ്മുടെ ആൾക്കാർക്ക് ഏതാണ് ശരിയാണെന്നോ. അല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ജയറാം ജയിലിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ പല കോണിൽ നിന്നും വരുന്നു. ഇപ്പോൾ ജയറാമിൻ്റെ മൊഴി കൊടുത്തതിനകത്ത് വൈരുദ്ധ്യങ്ങളുണ്ട്, ജയറാമിനെ സാക്ഷി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നു, അങ്ങനെ കുറേ വാർത്തകൾ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് പറയാൻ കഴിയും? ഈ ജയറാമൊക്കെ സത്യം പറഞ്ഞാൽ അവർക്ക് ഇത്രയും ബുദ്ധിയില്ലേ? ഇത് എവിടെ നിന്ന് വന്നു? ശബരിമലയിൽ ഇരിക്കുന്ന സാധനം അവിടെ നിന്ന് എടുത്ത് ഇവിടെ കണക്ട് ചെയ്ത്. ഇവരെല്ലാം ജയറാം ഇദ്ദേഹം അയ്യപ്പൻ അയച്ചതാണ്, അയ്യപ്പൻ എനിക്ക് തന്ന അനുഗ്രഹമാണെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് ആ പോറ്റിയായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ച പോലും. അപ്പോൾ അവരുടേതൊക്കെ ജയറാമിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. തെറ്റ് ചെയ്തത് ആര്? ഇവിടെ ജയറാമോ പിണറായി വിജയനോ നരേന്ദ്രമോദിയോ ഭദ്രാനന്ദോ രാഹുലോ മമ്മൂട്ടിയോ മോഹൻലാലോ ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. കർമ്മം ചെയ്യുന്നവൻ കർമ്മഫലം അനുഭവിക്കണം. ആരാണ് ജയറാം? ജയറാമിന് കൊമ്പും മൂക്കും ഇതൊന്നുമില്ലല്ലോ. ജയറാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പറയല്ലേ ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പറയും അല്ലേ? അതുപോലെ നമുക്കൊരു ഇതിന് നിയമത്തെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞിട്ട് അയ്യോ എനിക്കറിയില്ല, ഞാൻ അവന് കത്തിയെടുത്ത് കുത്തിയപ്പോൾ അയാൾ ചാവുമോ എന്നുള്ളത് ഞാൻ അറിയില്ലായിരുന്നു, അത് കുത്തുന്നത് ക്രൈമാണെന്നും അറിയില്ലായിരുന്നു സാറേ എന്ന് പറഞ്ഞാൽ കോടതി ശിക്ഷിക്കാതിരിക്കും. കോടതിക്ക് തെളിവുകളുണ്ടെങ്കിൽ ശിക്ഷിക്കും. കാരണം ഈ തന്ത്രി ഇതിൽ കുറ്റക്കാരനാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നെ ഇവരെല്ലാവരും കടിച്ചു കയറാൻ നിന്നു. ശബരിമലയിലെ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രശ്നമുണ്ടാക്കി BJP ഈ ഡ്രാമ കളിച്ചപ്പോഴും ഞാൻ ആ സമരത്തിലുണ്ടായിരുന്നില്ല. മറിച്ച് 5 ലക്ഷം സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് സമരം ചെയ്യാൻ വേണ്ടി വന്ന് അവിടെ വെച്ച് പോലീസിന് നേരെ കല്ലെറിയുകയും പെട്രോൾ ബോംബ് എറിയാൻ ചെയ്ത് അവിടെ വലിയൊരു കാഷ്വാലിറ്റി മരണം ഉണ്ടാക്കാൻ ശ്രമിച്ച് ഈ BJPക്കാരെ ഞാനന്ന് തടഞ്ഞു. അന്ന് ഞാൻ തടഞ്ഞിട്ട് ഞാൻ അയ്യപ്പൻ ഇരിക്കുന്നത് സെക്രട്ടേറിയറ്റിലല്ല ശബരിമലയിലാണ്, അങ്ങോട്ട് പോകാൻ ഇവർ അതേ പണി അവിടെ ചെയ്തപ്പോഴാണ് അവിടെ പോലീസ് ലാത്തി വീശിയിട്ട് അത്രയും പേർക്ക് അപകടം പറ്റുന്നത്. എന്നാൽ ഇവരുടെ ആൾക്കാർ ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരങ്ങൾക്കും പഴി കേൾക്കുന്നത്, അനാവശ്യമായി പഴി കേട്ടത് കുറേ പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഒരു വലിയ ഹീനമായ മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ ജന്മം ചെയ്ത കുറേ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പൊസിഷൻ കിട്ടിയത്. അദ്ദേഹം ഒരു ഋഷി അംശത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ ഈ ജന്മം അദ്ദേഹത്തിന് ഇത്രയും പവറും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ട് അദ്ദേഹം കറക്റ്റായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ, എൻ്റെ ഒരു കാശി തീർത്ഥാനന്ദ സ്വാമി എന്ന് പറയുന്ന എൻ്റെ ഒരു സ്വാമിജിയുണ്ട്, നല്ല പ്രായമുള്ളതാണ്, ഗുരുവായൂരുള്ള. അദ്ദേഹം പറഞ്ഞ പോലെ നെഞ്ചിൽ പാട്ട വെച്ചിരുന്ന തെണ്ടണ കുഷ്ഠരോഗിയായിട്ട് പിണറായി വിജയൻ്റെ അടുത്ത ജന്മം ജനിക്കേണ്ടി വരും. അത് വേറൊരു വശം. ഇപ്പം മോഹൻലാലിനെ പറ്റി ഞാൻ പറഞ്ഞു, അദ്ദേഹം ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ഗോപാലേട്ടനെ പറ്റി ഞാൻ പറഞ്ഞു, പിണറായി വിജയനെ പറ്റി പറഞ്ഞു, ഇവരൊക്കെ ഋഷി അംശം എന്ന് പറഞ്ഞു. ഇവർ ഈ ജന്മം ഇത്രയും വലിയ രീതിയിൽ സുഖിച്ച് ജീവിക്കുന്നു, സന്തോഷിച്ച് ജീവിക്കുന്നു. കഴിഞ്ഞ ജന്മം നേടിയെടുത്ത അവരുടെ സ്പിരിച്വൽ എനർജിയാണ്. ഈ ജന്മം മോഹൻലാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ക്രിയകളും സൂക്ഷ്മ ശരീരത്തെ ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്ത് ധർമ്മം പാലിച്ച് പോയില്ലെങ്കിൽ അദ്ദേഹം ചിലത് ഈ ജന്മത്തിൽ തന്നെ അദ്ദേഹം നരകിച്ചിട്ടേ പോവുള്ളൂ. ഒരു നിമിഷം മതി നരയിക്കാൻ, ഒരു നിമിഷം മതി മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഒരാൾ വിട്ടുപോകാൻ. അതുപോലെ തന്നെ ഇത്രയും വലിയ പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വ്യക്തിയാണ് ഗോപാലേട്ടനാണെങ്കിൽ പോലും
ആ ധർമ്മത്തിൻ്റെ പാതയിൽ ധർമ്മത്തിൽ ഇടർച്ച വന്നു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തിൻ്റെ ക്രിയകൾക്ക് മാറ്റം സംഭവിച്ചാൽ പട്ടയെന്ന് വീണ് തകർന്നു. നോ ഡൗട്ട്. ഇത് ഞാൻ ഗോപാലേട്ടൻ്റെ അടുത്ത് പോലും പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ലാലേട്ടൻ്റെ അടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ട എമ്പുരാൻ സിനിമയിലെ പ്രശ്നം ഞാൻ 48 മണിക്കൂറിനുള്ളിൽ ഞാൻ സോൾവ് ചെയ്ത് തരും. അത് നിങ്ങൾ കഴിഞ്ഞ ജന്മം നിങ്ങൾ നേടിയെടുത്ത ഒരു സ്പിരിച്വൽ എനർജിയുടെ ബേസിലാണ്. അല്ലാതെ എനിക്ക് നിങ്ങളെ പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് വർക്ക് ചെയ്യണോ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണോ ഒന്നും എനിക്ക് പണ്ട് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അറിവില്ലാത്ത സമയത്ത്. ഇപ്പം എനിക്ക് നിങ്ങളെന്നല്ല, എനിക്ക് എല്ലാവരെയും അറിയാം. ഞാൻ നിങ്ങളുടെ കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പൈസ മേടിച്ച് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആളല്ല. നിങ്ങളൊക്കെ ഒരു ലെജൻഡാണ്. കഴിഞ്ഞ ജന്മത്തിലുള്ളൊരു ഊർജം നിങ്ങൾ സ്വീകരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഞാൻ അമിതമായി ആരാധിക്കുകയില്ല, നിങ്ങളെ അമിതമായിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യത്തുമില്ല, ഒന്നുമില്ല. ഞാനൊരു നിസ്സംഗഭാവത്തിലാണ് ഇവരെയൊക്കെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ഭൗതിക തലത്തിൽ ഇവർ വലിയ സൂപ്പർ സ്റ്റാറാണ്, സിനിമയിൽ അഭിനയിക്കുന്നു. ഗോപാലൻ്റെ കുറേ പൈസയുണ്ട്. ഗോപാലേട്ടൻ്റെ പൈസ ഉണ്ടെങ്കിൽ അത് ഗോപാലേട്ടൻ്റേതാണ്, അത് ഭദ്രാനന്ദിൻ്റെ പൈസയല്ല. എല്ലാവരും ചോദിക്കാറുള്ളൊരു കാര്യമായിരുന്നു, ഗോപാലൻ എന്തിനാണ് ഇങ്ങനെ സഹായിക്കുന്നത്, ഗോപാലൻ എന്തെങ്കിലും എനിക്ക് വാരിക്കോരി തരുന്നുണ്ട്. അങ്ങനെ ഒന്നും ഗോപാലേട്ടൻ എനിക്ക് തരാറില്ല. എനിക്ക് അദ്ദേഹത്തിനോടുള്ളൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് എന്നോടൊരു സ്നേഹം, എനിക്ക് അദ്ദേഹത്തിനോടൊരു സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. പിന്നെ അദ്ദേഹത്തെ പോലെ ഒരാളെ സംരക്ഷിച്ചാൽ, അദ്ദേഹത്തിൻ്റെ എനർജിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്താൽ അതുവഴി ഒരുപാട് കുടുംബങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകും. വെള്ളാപ്പള്ളിയെപ്പോലെ ഒരു ഡാർക്ക് ഫിഗറിൻ്റെ ഇപ്പുറത്ത് ഒരു പോസിറ്റീവ് ഫിഗറിനെ കൊണ്ട് നിർത്തി ധർമ്മം സ്ഥാപിക്കുക എന്നുള്ള ഒരു സ്വാർത്ഥ താല്പര്യം എനിക്കുണ്ടായിരുന്നു. മോഹൻലാലിനെ പോലെ ഒരു വ്യക്തിയെ ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ലാലേട്ടൻ ഞാൻ നിങ്ങളെ സഹായിക്കുന്നത് എനിക്ക് സനാതന ധർമ്മം ഇവിടെ സ്ഥാപിതമാക്കാൻ വേണ്ടിയിട്ട്, ധർമ്മശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി, നിങ്ങളുടെ ആരാധകരിലൂടെ ആത്മീയ ചിന്ത മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്ന് പറയുന്നൊരു രൂപം എനിക്ക് വേണം. അങ്ങനെ നിങ്ങൾ നിന്നാൽ മാത്രമേ ഞാൻ നിങ്ങളെ സഹായിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് തയ്യാറല്ലാതെ വരുന്ന സമയം ഞാനൊരു എല്ലാത്തിനും ഒരു ടൈം വെച്ചിട്ടുണ്ട്, ഒരു ടൈം ഫ്രെയിം. ആ ടൈം ഫ്രെയിമിൽ അദ്ദേഹം ചതിച്ചു, അദ്ദേഹം വഞ്ചിച്ചു, അദ്ദേഹം എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചു എന്ന് പറയുന്ന നിമിഷം മോഹൻലാൽ തീർന്നിരിക്കും. നോ ഡൗട്ട്. ഇതെല്ലാം റെക്കോർഡാണ്. മോഹൻലാൽ എനിക്ക് തന്നൊരു വാക്കുണ്ട്, ഞാൻ സനാതന ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാകും. കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയകളെ ഇല്ലാണ്ടാക്കാൻ ഞാൻ സ്വാമിയുടെ കൂടെ സഹകരിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് ദക്ഷിണയല്ല വേണ്ടത്, എനിക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ധർമ്മം സ്ഥാപിക്കാൻ കൂടെ ഉണ്ടാവണം. അല്ലാതെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് സെൽഫി എടുക്കാനോ, അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാനോ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നേടാനോ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇത് എൻ്റെ ആളാണെന്ന് പറഞ്ഞ് 10 ക്ലയൻസിനെ ഉണ്ടാക്കാനോ ഒന്നും നിൽക്കുന്ന ആളല്ല ഭദ്രാനന്ദ്. അദ്ദേഹം എനിക്ക് തന്നൊരു വാക്ക്, ഒരേ ഒരു വാക്ക്. ഗോപാലൻ എന്ന് പറയുന്ന ഗോപാലേട്ടൻ പറഞ്ഞു, ഒരു തേൻകുടമാണ് മോഹൻലാൽ. ആ തേൻകുടത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം. കാരണം എൻ്റെ രാജ്യത്തെ അപമാനിക്കുന്ന, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നരേന്ദ്രമോദിജിയെയും അമിത്ഷാനെയും ഒക്കെ അപമാനിക്കുന്ന വിധത്തിൽ എമ്പുരാൻ സിനിമ വന്നപ്പോൾ ഞാനാണ് ഫേസ്ബുക്കിൽ ആദ്യത്തെ പോസ്റ്റ് ഇടുന്നത്, ഈ ഭാഗം അത്രയും ഞാൻ കട്ട് ചെയ്തിരിക്കുമെന്ന്. മെയ് 17 അറിയാമല്ലോ, 6 പേരുടെ മരണത്തിനിടയാക്കിയ മെയ് 17 ഭീമാപ്പള്ളി. ആ മെയ് 17 ആലുവ പോലീസ് സ്റ്റേഷൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് വന്ന മെയ് 17, 2008 ആലുവ പോലീസ് സ്റ്റേഷൻ വെടിവെപ്പ്, 2009 ഭീമാപ്പള്ളിയിൽ വെടിവെപ്പ്. ഈ 17 പിന്നെ ജഗദീഷ് ശ്രീമാൻ്റെ, നിങ്ങളിവിടെ ഒന്ന് എന്നെ ഇരുത്തി ചോദിച്ച് ഇതാക്കിയ ഇതുണ്ട്, NH-17 17. ഈ 17 എന്ന് പറയുന്നത് ഞാനുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു നമ്പറാണ്. ഞാൻ അതേപോലെ തന്നെ ഈ കേരള സമൂഹത്തിന് കാണിച്ചു കൊടുത്തു. 17 വെട്ടാണ്, അതായത് 17 കട്ടാണ് ആദ്യമായിട്ട് എമ്പുരാനിലുണ്ടാവുന്നത്. പിന്നെ അത് 24 കൂടി. എൻ്റെ കേന്ദ്രത്തെയും എൻ്റെ രാജ്യത്തെയും എൻ്റെ ജനതയും അപമാനിക്കുന്ന വിധത്തിൽ ഒരു മൂവി ക്രിയേറ്റ് ചെയ്തു. ആ മൂവി ക്രിയേറ്റ് ചെയ്തതിൽ പോലും അന്ന് ഗോപാലേട്ടൻ പെട്ടുപോയി. അതിൽ ലൈക്ക മൂവി പിന്മാറിയ സാധനമാണ്. എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ നേരിൽ വന്നു. എന്തിനാ ഗോപാലേട്ടന് ഞാനുമായിട്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും രാജ്യദ്രോഹപരമായിട്ടുള്ളൊരു മൂവി നിങ്ങളുടെ പരിചയക്കാർ ചെയ്ത എന്തെന്ന് വെച്ചിട്ട് എനിക്ക് ഉത്തരമില്ലാതെ ആയിപ്പോയി. ഗോപാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഗോപാലേട്ടന് ഒന്നും ഇതിനെപ്പറ്റി ഒരു ബോധവും ഇല്ല. ഇതിനു വേണ്ടി എന്താ സംഭവം എന്താണെന്ന് അറിയുന്ന പോലില്ല. കാരണം ഈ എല്ലാ കുഴിയിൽ ചാടിച്ചത് ഗോപാലേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ കൃഷ്ണമൂർത്തിയാണ് ഈ സിനിമാ കാര്യങ്ങൾ അത്രയും നോക്കിയിരുന്നത്.
ഇതിൻ്റെ പേരിലൊക്കെ ഒരുപാട് തർക്കങ്ങളുണ്ടായി, സംസാരമുണ്ടായി. ഞാനത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എന്നാൽ പല കാര്യങ്ങളും ജനങ്ങൾ അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അന്ന് കൃഷ്ണമൂർത്തി ഗോപാലേട്ടനെ കൊണ്ട് ഇതിൽ ചാടിച്ചു, പൃഥ്വിരാജ് മോഹൻലാലിനെ കൊണ്ട് ഇതിൽ ചാടിച്ചു. മനസ്സിലാവുണ്ടോ? പൃഥ്വിരാജാണോ മോഹൻലാലിനെ ഇതിൽ കൊണ്ട് ചാടിച്ചത്? ഓഫ് കോഴ്സ് പൃഥ്വിരാജിൻ്റെ ഭാര്യ എന്ന് പറയുന്ന BBC എന്ന് പറയുന്ന ചാനലിൻ്റെ ആളാണ്. BBC എന്താ ചെയ്യണം? ഇന്ത്യക്ക് അഗൻസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലാണ്. നരേന്ദ്രമോദിക്ക് അഗൻസ്റ്റായിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ചാനലാണ്. ഇന്ത്യയുടെ എല്ലാ ഇതിനും പാരവയ്ക്കുന്ന ഒരു മീഡിയ ഫോമാണ്. അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന സുപ്രിയ എന്ന് പറയുന്ന വ്യക്തി. ആ ചാനലിൻ്റെ ഭാഗമായിരുന്നില്ലേ? അതുപോലെ തന്നെ നരേന്ദ്രമോദിജിയെയും കേന്ദ്രത്തെയും അപമാനിക്കുന്ന വിധത്തിൽ, ഇവിടുത്തെ സ്വയം സേവകരെ അപമാനിക്കുന്ന വിധത്തിലുള്ള മൂവീസ് മാത്രമല്ലേ പൃഥ്വിരാജ് കൂടുതലും ചെയ്തിട്ടുള്ളൂ. ഇവരുടെ കോക്കസ് തന്നെ എന്താണ്? ഇവരുടെ ആ ഒരു ഇത് ഇപ്പം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇത്? എന്തിനാ ഈ സിനിമ എന്താണ്? മനുഷ്യന്റെ സൂക്ഷ്മ തലത്തെ നശിപ്പിക്കുന്ന സാധനമല്ലേ. ഞാൻ അതുകൊണ്ടാണ് ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ലാലേട്ടൻ നമ്മളുടെ ധർമ്മത്തെ ഉയർത്തിപ്പിടിപ്പിക്കുന്ന നമ്മളുടെ സിനിമകൾ നമ്മുടെ ജനങ്ങളുടെ ചിന്തകളെ മാറ്റുന്നതാണ്. ഗോപാലേട്ടൻ്റെ അടുത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു സിനിമ ചെയ്താൽ ആ സിനിമ കഥ അത്രയും മാത്രം നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണ്. പടമാണ് പ്രചോദനം. ഈ ലോകം നിലനിൽക്കുന്നത് സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ്. പുരാണങ്ങൾ, ബൈബിൾ, ഖുറാൻ, ഭഗവത്ഗീത, ഇതൊക്കെ ഓരോ കഥകളാണ്. ഓരോ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ പറ്റിയിട്ടുള്ള കഥകളാണ്. ഈ കഥകളിൽ നിന്നാണ് ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സിനെയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ചിന്തകളെ മാറ്റും. നമ്മൾ കേൾക്കുന്ന കഥകൾ, നമ്മൾ കാണുന്ന സീനുകൾ നമ്മുടെ ചിന്തകളെ മാറ്റും. സ്റ്റോറികൾക്കും ഡിഫറെന്റ് ഡൈമെൻഷൻസ് ഉണ്ടാകില്ലേ? അങ്ങനെ ഒരു സിനിമയായി കണ്ടാൽ പോലെ. എന്ത് ഡൈമെൻഷനാണ് ഇത് പറയുന്നത്? ഇത്രയും വലിയ രീതിയിൽ ആൻറ്റി നാഷണൽ മൂവീസ് മാത്രം ഇവിടെ ഇപ്പം ഈ എമ്പുരാനെ പോലുള്ള മൂവി ഇവിടെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പല രീതിയിലും നരേന്ദ്രമോദിനെയൊക്കെ ആക്ഷേപിക്കുന്ന മൂവി വന്നപ്പോൾ ഇവിടെ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് കേരളത്തിൻ്റെ അവസ്ഥ കാണിച്ച കേരള സ്റ്റോറി ആയിക്കോട്ടെ, ഈ കാശ്മീർ ഫയൽസ് വന്നപ്പോഴോ ഇവിടെ ബഹളമല്ലേ, ഇവിടെ എതിർപ്പല്ലേ ഉണ്ടായത്? എന്തുകൊണ്ട് അതിനെപ്പറ്റി മറുപടി ഇല്ലാത്തത്? ഞാൻ എപ്പോഴും പറയുന്നത് മൈ കൺസേൺ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. മൈ കൺട്രി, മൈ കൾച്ചർ, മൈ സിറ്റിസൺ. ഇത് മൂന്നുമാണ് എനിക്ക് എൻ്റെ ഭ്രാന്തതാണ്. എൻ്റെ രാജ്യവും എൻ്റെ ജനതയും എൻ്റെ സംസ്കാരവും. ഇത് സേഫായിരിക്കണം. ഇതിനെ സംരക്ഷിക്കുന്ന എല്ലാവരും എൻ്റെ ബന്ധുക്കളാണ്. എന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടുത്തെ ഭരണകർത്താവൊന്നുമല്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റൊരാൾക്കാർ ചെയ്യാൻ പറ്റില്ല. പലർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്കും ചെയ്യാൻ പറ്റില്ല. ആ ഒരു ബോധം എനിക്കുണ്ട്. ഞാൻ എല്ലാം തികഞ്ഞ അൾട്ടിമേറ്റായ സൂപ്പർമാനോ സൂപ്പർ ഹീറോ ഒന്നുമല്ല. ഇപ്പോൾ സിനിമകൾ എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സട്ടയറായിട്ടാണ് എമ്പുരാൻ സിനിമയാണെങ്കിലും നമുക്ക് പലപ്പോഴും നോക്കുന്നത്. അതിനകത്ത് കോൺഗ്രസിനെ കളിയാക്കിയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കളിയാക്കിയിട്ടുണ്ട്, BJPയും അത്തരത്തിൽ ചെറിയ രീതിയിലൊന്ന് സ്പർശിച്ചു പോയിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള സ്പർശനം അല്ലതാണ്. അവിടെ ഡൈല്യൂട്ട് ചെയ്ത് പറയരുത്. അത് അത്രയും നിങ്ങൾ കണ്ട സീനായതുകൊണ്ടാണ്, അത്രയും ഞാൻ കട്ടിയിപ്പിച്ചത് കൊണ്ടാണ്. ഞാനന്ന് ഗോപാലൻ്റെ അടുത്ത് പറഞ്ഞു, ഗോപാലൻ്റെ അടുത്ത് കട്ട് ചെയ്യാത്ത ഒരു പണി നടക്കില്ല. അതിന് തന്നെ 10-13 ലക്ഷം രൂപ എക്സ്ട്രാ ചിലവാക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരെന്തോ അഹങ്കാരം വരുന്നു, ഒരു ഒലക്കയും നടക്കില്ല. കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ സിനിമയല്ല, തല വരെ കട്ട് ചെയ്യും. കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ബിക്കോസ് അതിൻ്റെ പിറകിൽ വർക്ക് ചെയ്ത സാഫ്രോൺ മാഫിയ. അതെന്താണ് ഈ സാഫ്രോൺ മാഫിയ? ഐ എം സോറി, അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പറയാൻ താല്പര്യമില്ല. അതെന്തുകൊണ്ടാണ്? സാഫ്രോൺ മാഫിയ ഒരു കാര്യം എവിടെയെങ്കിലും അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കുള്ളൂ. കാരണം ഗുജറാത്തിൽ ട്രെയിനിൽ വെച്ച് നമ്മുടെ സഹോദരങ്ങളെ, സന്യാസികളെ ചുട്ടുകൊന്നൊരു കാലമുണ്ടായിരുന്നു, മറന്നു കാണില്ല. ആ ഗോത്ര കലാപത്തിൽ പച്ചയായ നമ്മുടെ സനാധിനികൾ പ്രാണൻ പെടഞ്ഞ് ഈ വെന്ത് വെണ്ണീറാകുമ്പോൾ അന്നത്തെ ആ അഗ്നിക്ക് ഒരു നിറമുണ്ടായിരുന്നു. ആ നിറത്തിൻ്റെ കളർ കുങ്കുമപ്പൂവിൻ്റെ കളറായിരുന്നു. ആ കുങ്കുമപ്പൂവിൻ്റെ കളറിനാണ് സാഫ്രോൺ എന്ന് പറയുന്നൊരു കളർ. അന്ന് അതിൽ നിന്നുണ്ടായ ആ ചൂടുണ്ടല്ലോ, ആ ചൂട് അടിച്ചു ഉരുകിയത് എവിടെയെന്നറിയോ? ഹിമാലയത്തിൽ മിലിറ്ററിക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത, വളരെ ഹിമാലയത്തിൻ്റെ ഔട്ട്സ്കേർട്ടുകളിലിരുന്ന് മഞ്ഞ് മലകളിലിരുന്ന് ധ്യാനിക്കുന്ന
ഇന്ത്യ എങ്ങനെ സംരക്ഷിക്കണമെന്ന് തീരുമാനമെടുക്കുന്ന മിസ്റ്റിക്കുകളായിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള സന്യാസി വര്യന്മാർ, അവരുടെ നെഞ്ചാണ് ആ തീ കൊണ്ട് പൊള്ളിയത്. അന്ന് അവരെടുത്ത തീരുമാനമാണ്, അതിൻ്റെ തിരിച്ചടിയാണ്. അവരാണ് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ വിങ്ങാണ് ഇന്ത്യയുടെ പല രീതിയിലും. നിങ്ങൾ ഇലുമിനാറ്റി എന്ന് പറഞ്ഞല്ലേ കേട്ടിട്ടുള്ളൂ. അവരാണ് ഈ സാഫ്രൺ മാഫിയ. സഫ്രോൺ മാഫിയ അവരുടെ കൺട്രോളിലാണ്. അവരെ ഇവിടുത്തെ ഒരു ഇൻ്റലിജൻസും അവരെ ടച്ച് ചെയ്യില്ല. അവരുടെ വിങ് എല്ലായിടത്തും അവരുടെ വിങ്ങുണ്ട്. അവർ തീരുമാനിക്കും ഇവിടെ ആര് മുഖ്യമന്ത്രിയാവണം, ആര് മുഖ്യമന്ത്രി ആവരുത്. ഈ പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങളല്ലേ ഈ തീരുമാനിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് തീരുമാനമാണ് ഉണ്ടാകുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ തീരുമാനങ്ങൾ മാറാനാണോ നിമിഷം? കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറഞ്ഞു കോൺഗ്രസ് മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞില്ലേ? അപ്പോഴല്ലേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്? പിണറായി വിജയനും ഒരു സന്യാസ സ്വഭാവം. പിണറായി വിജയനെ ഹിമാലയത്തിലുള്ള സന്യാസികളാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ശ്രീ എം എന്ന് പറയുന്ന അടക്കമുള്ള ആൾക്കാർ. പിണറായിക്കുള്ള ബാക്കപ്പ് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, പിണറായി വിജയൻ കഴിഞ്ഞ ജന്മത്തിലും ഒരു ആത്മീയ പാത നയിച്ചിരുന്ന ആളാണ്. ഇന്നും അദ്ദേഹം നിലനിൽക്കുന്നത് പോലും ചില സൂക്ഷ്മ ശക്തികളുടെ പവറാണ്. അതൊക്കെ ഒരു രാഷ്ട്രീയ ബിസിനസിന്റെ ഭാഗമല്ലേ? ഇതൊന്നും രാഷ്ട്രീയ ബിസിനസ് അല്ല. രാഷ്ട്രീയ ബിസിനസ്സിന്റെ ഭാഗമാണെങ്കിൽ ഇതിൽ നിന്നും വലിയ ആൾക്കാർ വരണ്ടേ? എല്ലാം ബിസിനസ്സാണ്. ബിസിനസ് അല്ലാത്ത എന്താ ഉള്ളത്? നരേന്ദ്രമോദിജി ഇന്നിപ്പോൾ അവിടെ നിൽക്കുന്നതിന് ബിസിനസ്സാണെന്ന് പലവരും ചിന്തിക്കും. അദാനി അംബാനി തമ്മിലുള്ള ബിസിനസ് അല്ല. അതിൻ്റെ പിന്നിലൊരു ആത്മീയതയുണ്ട്, അതിൻ്റെ പിന്നിലൊരു മിസ്റ്റിക്കുണ്ട്, ഒരു മിസ്റ്റിസമുണ്ട്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, മെയ് 17, 2008 എന്നെയും എൻ്റെ അമ്മേനെയും എല്ലാം തകർക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു സംസ്കാരത്തെ ഇവിടെ ഉയർത്തിപ്പിടിക്കാൻ നിന്നതിൻ്റെ പേരിൽ ഒരു സ്പെഷ്യൽ മിഷനായിട്ട് വന്ന എന്നെ ഇവിടെ തകർക്കാൻ ശ്രമിച്ചു ഇല്ലേ? മെയ് 17 എന്നോട് ചെയ്ത ദ്രോഹം അറിയാമല്ലോ. വീട്ടിൽ കയറി ആക്രമിക്കുന്ന രീതി. എൻ്റെ അമ്മയെ ആക്രമിക്കാൻ വന്നു ഇല്ലേ? അതെ. അതിന് പ്രതികരിക്കാൻ തോക്കെടുത്തപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കള്ളവാർത്ത അടിച്ചു. എന്നെ പിടിച്ച് ജയിലിലിട്ടു. ആലുവ പോലീസ് സ്റ്റേഷനിൽ 2 തവണ വെടിപൊട്ടിയതാണ് അവിടുത്തെ കാര്യം. അതേ മെയ് 17 വീണ്ടും 2009 എങ്ങനെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മക്ക എന്ന് പറയുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കേരളത്തിൻ്റെ ഈ പറയുന്ന ഗ്രൂപ്പ് എൻ്റെ വീട് ആക്രമിക്കാൻ വന്ന NDFPFI ഗ്രൂപ്പിൻ്റെ ആരാധനാലയമായ അല്ലെങ്കിൽ ഭീമാപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എങ്ങനെ ഒരു വെടിവെപ്പുണ്ടായി? എന്താ നിങ്ങൾക്ക് ആൻസർ തരാൻ പറ്റാത്ത? നിങ്ങളല്ലേ ചോദിച്ചത് ഇതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ ഇതാണോ? എങ്ങനെ അവിടെ വെടിവെപ്പ് അതേ ദിവസം ഉണ്ടായി? എങ്ങനെ 6 പേർ അവിടെ കൊല്ലപ്പെട്ടു? എങ്ങനെ 24 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു? ഇതിൻ്റെ എല്ലാം പിന്നിൽ സ്വാമിയുടെ കൈകളുണ്ട് എന്ന്. എൻ്റെ കൈയോ എൻ്റെ അപ്പൻ്റെ കൈയോ എൻ്റെ അപ്പൂപ്പൻ്റെ കൈയോ എന്നുള്ളതല്ല അവിടെ ചിന്തിക്കേണ്ടത്. കൈകളോ കാലുകളോ ഉണ്ടായേ പറ്റൂ. എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളത് ആദ്യം ചിന്തിക്കും. ഇപ്പം ആരുടെ കൈയോ എന്തോ ആയിക്കോട്ടെ, ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ, അന്നത്തെ ഹോം മിനിസ്റ്റർ, അന്നത്തെ CM VS അച്യുതാനന്ദൻ, അതുപോലെ ഉമ്മൻചാണ്ടി. ഇവർക്കൊക്കെ ഇതിനെപ്പറ്റി പിണറായി വിജയനും പലതും അറിയാം, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെയ് 17 വരാൻ പോവുകയാണ് ഈ വർഷം. എന്തെങ്കിലും സംഭവിക്കും? മെയ് 17 എന്ന് പറയുന്നത് ഒരു നരേന്ദ്രമോദി സെപ്റ്റംബർ 17 അദ്ദേഹത്തെ ജനിച്ചത് പോലും ഓരോ കാരണങ്ങൾ കൊണ്ടാണ്. നിങ്ങൾ അറിയുന്നതല്ല, അറിയാത്തതാണ് കൂടുതൽ. നമ്മുടെ ഇവിടുത്തെ കുറേ, ഇപ്പം ഞാൻ ഈ 24 ന്യൂസ് ചാനലിൻ്റെ അതിൽ ഇന്നലെ പോയിട്ട് മെനഞ്ഞാന്ന് പോയിട്ട് ഒരു ഡിബേറ്റിൽ ചെന്ന് പങ്കെടുത്തു. വിശ്വാസം അവിശ്വാസം എന്ന് പറയും. ഒരു കഥയില്ലാത്ത രീതിയിൽ ഒരു ഗ്രൂപ്പിനെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയിട്ട് ഹിന്ദുക്കളെ ഇപ്പുറത്ത് പാനലിൽ ഇരുത്തിയിട്ട് ജ്യോത്സ്യന്മാരെയും സ്വാമിമാരെയും പാവപ്പെട്ട ആൾക്കാരെ കുറച്ച് സ്വാമിമാരൊക്കെ വന്ന് അവിടെ ഇരുന്നു. ഇതിനെ എതിർക്കുക എന്നുള്ള സ്ക്രിപ്റ്റ് കൊടുത്ത് എതിർക്കുകയാണ്. അതങ്ങനെയല്ലേ ഒരു ചർച്ച പോകുന്നത്. അപ്പം ഇതുപോലെ തന്നെ കേരളത്തിലൊരു വിഭാഗമുണ്ട് എതിർക്കാൻ വേണ്ടി മാത്രം. അതും ഹിന്ദുവിനെ മാത്രമേ എതിർക്കുള്ളൂ. ഒരു പുരോഗമന സമൂഹം ഉണ്ടാകുന്നത് എവിടെയാണ്? എതിർക്കുമ്പോൾ എന്ത് രീതിയിൽ എതിർക്കുമ്പോൾ? അന്വേഷിച്ചു പോകുന്നവർക്കല്ല ഉത്തരം ലഭിക്കുകയുള്ളൂ. അന്വേഷിക്കുന്നത് എതിർക്കുന്നതിന്റെ ഭാഗമല്ലേ? വിമർശിക്കുന്ന 2 തരം. നന്നാവാൻ വേണ്ടിയിട്ടുള്ള വിമർശനവുമുണ്ട്, അതുപോലെ തന്നെ താറടിച്ച് കാണിക്കേണ്ട വിമർശനമുണ്ട്. അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ്, അല്ലാതെ അപമാനിക്കാനും ആക്രമിക്കാനും വേണ്ടിയിട്ടല്ല അറിവ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ അപമാനിക്കാനും ആക്രമിക്കാനും വേണ്ടിയിട്ടുള്ള വിമർശനമാണ്. ഈ കേരളത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ
എൻ്റെ പ്രിയ രാഹുൽ, അങ്ങ് മനസ്സിലാക്കേണ്ടത് 2000 അല്ല 20,000 കോടി രൂപയാണ് കേരളത്തിൽ ഹിന്ദു സംസ്കാരത്തെയും നമ്മളുടെ ആത്മീയതയും നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ അടിവേരുകൾ വെട്ടിയരിയാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ നിന്ന് എത്തിയ പണം. 2000 കോടി രൂപ. ഇത് ഇവിടുത്തെ നേതാക്കൾ കൈപ്പറ്റിയതാണ്. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് ആരും വിശ്വസിക്കേണ്ട. തെളിവുകൾ വേണ്ടേ? ഇതിന് തെളിവ്. പറക്കുന്ന കാക്കയുണ്ടല്ലോ, കുട്ടികൾ ഇടുമ്പോൾ കുട്ടിയെ കാണാൻ പറ്റും, അതിന് തെളിവുണ്ട്. പക്ഷെ അത് ബന്ധപ്പെടുന്നതിന് ഏതെങ്കിലും ഒരു കാക്ക ബന്ധപ്പെടുന്നതിന്റെ തെളിവ് കാണിച്ചു തരാൻ പറ്റുമോ? ചില സംഘടനകൾക്ക് പൈസ വരുന്നുണ്ട് എന്നുള്ള സൂചനകൾക്ക് അടിസ്ഥാനത്തിൽ പല അന്വേഷണങ്ങളും നടന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇത്രയും വലിയ കോടി തുക കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് തെളിവ് വേണ്ടേ? അതിന്റെ തെളിവാണല്ലോ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആന്റി ഹിന്ദു സ്റ്റേറ്റായി മാറിയത്. ഇന്ന് അതിന്റെ തെളിവാണല്ലോ കേരളത്തിൽ ഇത്രയും വലിയ തീവ്രവാദം ഉണ്ടായത്. ഇന്ന് അതിന്റെ ഇതാണല്ലോ കേരളത്തിൽ ഇത്രയും മാത്രം മയക്കുമരുന്ന് ലഹരികൾ ഒഴുകുന്ന ഒരു സംസ്ഥാനമായി മാറിയത്. വെറൊരു അജണ്ടയുടെ ഭാഗമല്ലേ? ഏത് അജണ്ടയുടെ? ആരാണ് ഈ അജണ്ടയ്ക്ക് പിന്നിൽ? ഈ കേരളത്തിന്റെ മൂലാധാരം കേരളത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു അജണ്ടയുടെ ഭാഗം മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് തീവ്രവാദം കൂടുന്നതാണെങ്കിലും അത് ഇപ്പോൾ കേരളത്തിൽ BJP അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശക്തികൾ വർദ്ധിപ്പിക്കുമ്പോൾ ഹിന്ദുത്വ അജണ്ട കൈയാളണമെങ്കിൽ ഇപ്പുറത്ത് മറ്റൊരു ശക്തി വേണ്ടേ? ഇത് അതിൻ്റെ ഒരു ഭാഗമായി കൂടെ? BJP കാരണമാണ്, അല്ലെങ്കിൽ ഒന്നിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയെന്നല്ല അതിൻ്റെ സംഭവം. BJP സത്യം പറഞ്ഞാൽ പല രീതിയിലും അവർ ക്ഷയിച്ചിരിക്കുകയാണ്. അവർക്ക് ശക്തമായ വീരഭാവം, വിരാട് ഹിന്ദുക്കൾ BJPക്കകത്തില്ല. BJPക്കകത്ത് കർമ്മയോഗികളില്ല. യോഗി ആദിത്യനാഥിനെ പോലെയോ നരേന്ദ്രമോദിജിയെ പോലെയോ അമിത്ഷാജിയെ പോലെയോ ഉള്ള ആൾക്കാർ കേരള BJPക്കകത്തില്ല. അങ്ങനെ ഉള്ളവരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലുള്ള ശക്തികൾ ഇവിടെ വളരില്ലായിരുന്നു. കൗണ്ടർ ചെയ്യാനുള്ള ഊർജം യഥാർത്ഥ സ്വയംസേവകർക്ക് അതുണ്ട്. പക്ഷെ ആ സ്വയംസേവകർക്ക് വീട്ടിലിരിക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷേ കേരളത്തിൽ പ്രളയം വന്ന സമയത്താണെങ്കിലും കോവിഡ് വന്ന സമയത്താണെങ്കിലും ഒന്നിച്ച് 1,000 മനുഷ്യരെ നമ്മൾ കണ്ടതല്ലേ? ഒരു പ്രശ്നം വരുമ്പോൾ ഓടി ഒന്നിച്ചു വരുന്ന ഈ മനുഷ്യരെ പറ്റി നമ്മളിങ്ങനെ പറയുന്നത് തെറ്റല്ലേ? പ്രളയം എന്ന് പറയുന്നത് ഒരു കാഷ്വാലിറ്റി ഉണ്ടാവുന്ന സമയത്ത് അവിടെ ജാതിയും മതവും നോക്കി അവിടെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അതൊരു കോമൺ കോസാണ്. ഇത് ഒരു ലോജിക്കലായിട്ട് ചിന്തിച്ച് സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്രയോ ഹിന്ദു ആചാരങ്ങളുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ശ്രീകൃഷ്ണ ജയന്തി, അതുപോലെ തന്നെ രാമനവമി, അതുപോലെ ശിവരാത്രി, അതുപോലെ നവരാത്രി, അതുപോലെ തന്നെ ഇത്തരം പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് മറ്റു മതക്കാരുടെ പാർട്ടിസിപ്പൻസ്, അല്ലെങ്കിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതികൾ, അവരിതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതികൾ എത്രമാത്രമാണ് പറയൂ. ഞാൻ വർഗീയത പറയുന്നത് അല്ല, പല ക്ഷേത്രങ്ങളും ഉണ്ടെന്നേ. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ വരികയാണെങ്കിൽ അവിടെ എത്രയോ മുസ്ലിങ്ങളായിട്ടുള്ള പള്ളികളിൽ നിന്ന് വെള്ളം കൊടുക്കുന്ന എത്രയോ ഇതുണ്ട്. ഈ വെള്ളം കൊടുക്കുന്നതും കൊടുക്കാതെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദിയാണെന്ന് ഭദ്രാനന്ദ് പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനികളെല്ലാം തീവ്രവാദിയാണെന്ന് ഭദ്രാനന്ദ് പറഞ്ഞിട്ടില്ല. ഇതിനേക്കാളും വലിയ തീവ്രവാദികൾ അല്ലെങ്കിൽ വരുമ്പോൾ അത് മുഴുവൻ മുസ്ലിങ്ങളെയല്ലേ ബാധിക്കുന്നത്? ഞാൻ മുസ്ലിങ്ങളെ പറ്റി ഒരു വേർഡ് പോലും ഞാൻ ഇവിടെ പറഞ്ഞില്ലല്ലോ. ഞാൻ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞോ? നിങ്ങളല്ലേ പറഞ്ഞു. ഞാൻ ഇവിടുത്തെ തീവ്രവാദ ശക്തികളുടെ കാര്യമാണ് പറയുന്നത്. ഇവിടുത്തെ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എവിടെ മുസ്ലിങ്ങളെ പറ്റി നിങ്ങൾ അനാവശ്യമായിട്ട് പറഞ്ഞു? മുസ്ലിങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് ജാതിയും മതവും നോക്കിയല്ല, മനുഷ്യത്വം നോക്കിയിട്ടാണ്. രാഹുൽ, ഞാൻ ഒരു റിലീജിയസ് ഫെനറ്റിക് അല്ല. ഞാൻ ഹിന്ദുക്കളുടെ വർഗീയത പോലും, ഹിന്ദുക്കളുടെ ജാതി വർഗീയത പോലും എന്നെ പോലെ ഇത്രയും രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നവൻ ഉണ്ടാവില്ല ഇവിടെ.